നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ? എൻ്റെ അല്ലട്ടോ, എൻ്റെ മോളുടെ. അപ്പം നമുക്ക് ചെറുതായിട്ടൊരു ഹെയർ ഡ്രൈ ചെയ്തെടുക്കാമെന്ന് ഓർത്തിട്ടാണ് ചെയ്തത്. പക്ഷേ ആൾ നിന്ന് കൊടുത്തില്ല. ടോയൊക്കെ കൊടുത്ത് നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ പുള്ളി നിന്നില്ല. നമുക്ക് ആ ഫ്ലോപ്പ് അടിച്ചു. അപ്പോൾ നമുക്ക് ഒരു ചെറിയ പാട്ടൊക്കെ വെച്ച് കൊടുത്തപ്പോൾ ഇരുന്ന ആൾ ഡ്രസ്സ് ഇതാണ് കേട്ടോ, ഒരു ക്രോപ്പ് ടോപ്പും പിന്നെ ബാഗി ജീൻസും പിന്നെ ഒരു ബ്ലൂ ഷൂവും. അപ്പോൾ ഡ്രസ്സൊക്കെ ഇടാൻ ഇച്ചിരി പാടാണ്, എന്നാലും കുഴപ്പമില്ല, നമ്മുടെ ആൾ നിന്നൊക്കെ തരും കേട്ടോ. ആ ടി വി വെച്ചതുകൊണ്ടാണ് ആൾ നിൽക്കണത്, ഇല്ലെങ്കിൽ നമ്മൾ ഒരു വഴിയാക്കും. ഇതാണ് ബാഗി ജീൻസ്. ആക്ച്വലി ഇത് ഞങ്ങളുടെ ഇവിടുത്തെ ഒരു വിശാൽ മാർട്ടിൽ നിന്ന് എടുത്താണ്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഗൈസ് നിങ്ങൾ പറയണം കേട്ടോ ഈ ജീൻസും ക്രോപ്പ് ടോപ്പും എങ്ങനെയുണ്ടെന്ന്. അപ്പം നമുക്ക് അത് കഴിഞ്ഞിട്ട് ഷൂവും ഇടാം. ഇത് ഇപ്പോൾ ഈ ഇട്ടേക്കണ ഔട്ട്ഫിറ്റ് എല്ലാം വിശാൽ മാർട്ടിൽ നിന്നാണ് കേട്ടോ. ഈ ഷൂവും എല്ലാം വിശാൽ മാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾ പറയും. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് വാവട മുടി കെട്ടാം. മുടി ആക്ച്വലി ഞാൻ ഓർത്തത് വേറൊരു സ്റ്റൈലാണ്, പക്ഷെ നിന്ന് കൊടുക്കുള്ള ആൾ ഭയങ്കരമായിട്ട് മെസ്സി ആണ് ആൾ. അപ്പോൾ നമുക്ക് 2 കൊമ്പിൽ തന്നെ ഒതുക്കാമെന്ന് ഓർത്തിട്ട് 2 കൊമ്പ് കെട്ടി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ബോ പോലത്തെ 2 ക്ലിപ്പുണ്ട്, അതും കൂടി സെറ്റാക്കി കൊടുത്താൽ അടിപൊളിയായിരിക്കും. നമ്മുടെ ആളെന്തൊക്കെയോ നോക്കണേണ്, പക്ഷെ കുഴപ്പമില്ല അല്ലേ, രസമുണ്ടല്ലേ. അപ്പോൾ ഗൈസ് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് അടിച്ച് പറയണേ. താങ്ക് യു.